ഞാൻ സംസാരിക്കുന്നത് വളരെ ഏറെ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിൽ മാറാൻ എന്താ മാർഗം? പല കമ്പനികളും പല മാതിരി എണ്ണകൾ, ഷാംപൂസൊക്കെ യൂസ് ചെയ്ത് വലിയൊരു മാർക്കറ്റുള്ളൊരു ഫീൽഡാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ അറിഞ്ഞു തന്നെ ആയിരിക്കണം അതിൻ്റെ ചികിത്സ. മുടി എന്ന് പറയുന്നത് നോർമലി ഒരു ആളുടെ ഒരു ഹെയറിൻ്റെ ഒരു ഗ്രോത്ത് ഫേസിൽ തന്നെ അതിനൊരു മുടി കൊഴിയുന്ന ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് എല്ലാ ദിവസവും ഒരാൾക്ക് ഒരു 80 മുതൽ 100 മുടികൾ നോർമലി കൊഴിയാറുണ്ട്. അതൊരു നോർമൽ സ്റ്റേജാണ്. അതേസമയം ഒരു 200-400 മുടിയോളം ഒക്കെ അല്ലെങ്കിൽ അതിന് മേളിലോട്ട് ഒരു ദിവസം കൊഴിയുന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ ഹെയർ ലോസ് ആയിട്ട് കണക്കാക്കുക. പലപ്പോഴും ഒപിയിലൊക്കെ മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞ് വരുന്നവരിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറില്ല. അവരുടെ ഈ നാച്ചുറൽ ഫേസിലുള്ള സ്റ്റേജിനെ ആയിരിക്കും അവർ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതും. അതിനെ ആണ് കൂടുതലായിട്ട് അനാവശ്യ മെഡിക്കേഷൻസും അനാവശ്യമായിട്ട് പല രീതിയിലുള്ള എണ്ണകൾ മാറ്റി പ്രയോഗിച്ച് അവർ നാച്ചുറൽ അല്ലാത്ത ഹെയർ ലോസിലേക്ക് തന്നെ പോകാറുണ്ട്. അപ്പോൾ ഈ ഹെയർ ലോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുൾ ടെസ്റ്റ് എന്ന് പറയും. നമ്മളൊരു ബണ്ടിൽ ഓഫ് ഹെയർ നമ്മളിങ്ങനെ പിടിച്ച് നമ്മളൊന്ന് വലിച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു 4-5 മുടിക്ക് മേലെ നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെയർ ലോസിന് സാധ്യതയുണ്ട്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ സ്ട്രാൻഡ്സ് ഒരു 200 അബവ് അല്ലെങ്കിൽ ഒരു 300-400 ഹെയർ സ്ട്രാൻഡ്സ് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഹെയർ ലോസ് ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ഇതിനെ ചികിത്സയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആസ് എ ക്ലിനീഷ്യൻ നമ്മൾ നോക്കുന്ന ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ബേസിക്കലി ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പ്രോപ്പറായിട്ടുള്ള നോർമൽ ന്യൂട്രിയൻസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പ്രധാനമായിട്ട് കാൽഷ്യം, അയൺ, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഇതിൻ്റെയൊക്കെ കുറവുകൾ അവർക്ക് ഒരു മുടി കൊഴിച്ചിലിന്. അതുപോലെ തന്നെ അക്യൂട്ടായിട്ട് ചിലവർ വണ്ണം കുറയ്ക്കാനെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്നൊരു അക്യൂട്ട് ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വരും. അപ്പോൾ അത് കാരണം ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് അങ്ങനെയും ഹെയർ ലോസ് ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഹെയർ ലോസിന് മറ്റൊരു പ്രധാന കാരണമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, PCOD പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ ഒബീസിറ്റിയിൽ ഇതൊക്കെ ഹെയർ ലോസ് വരുന്ന ഒരു ഇത് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ. ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത് ഏത് രീതിയിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു പ്രഗ്നൻസി വന്നു, ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ആണ്. ഡെലിവറി ആയാൽ, അല്ലെങ്കിൽ ഇൻ കേസ് അബോർഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സർജറി വരുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു റിക്കവറി പീരീഡ്, ഒരു ഫിസിക്കൽ സ്ട്രെയിൻ നമ്മുടെ ശരീരം നേടിയ ശേഷം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഇൻഫെക്ഷനോ വൈറൽ ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ ശരീരത്തിന് വന്നു, ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ്, മലേറിയ ഒക്കെ പോലുള്ള ഒരു രോഗം വന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതൊരു നല്ലൊരു ഹെയർ ലോസിലേക്ക് പോകാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്, പ്രത്യേകിച്ച് ഈസ്ട്രജനൊക്കെ നല്ല ഹൈ പീക്കിലിരുന്നിട്ട് പെട്ടെന്നാണ് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ഹോർമോൺ വ്യത്യാസം വരിക. അതുപോലെ പോസ്റ്റ് മെനോപോസലായിട്ട് ആർത്തവം നിൽക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്, അതുപോലെ തന്നെ രാത്രിയിലെ ഉറക്കക്കുറവ്, നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള, എരിവ് കൂടിയ, സ്പൈസി ആയിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള ആഹാരങ്ങൾ, അതായത് കൂടുതൽ ഡ്രൈഡ്, ഫ്രൈഡ് ഐറ്റംസും പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതുമൊക്കെ മുടി കൊഴിച്ചിലിനൊരു കാരണമാണ്. അതുപോലെ ഡാൻഡ്രഫ്, തലയിലുള്ള സ്കാൽപ്പിൽ വരുന്ന പല രോഗങ്ങൾ, ഡാൻഡ്രഫ് ആവട്ടെ, അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള തലയിൽ വരുന്ന ചില ഇൻഫെക്ഷനുകളാകട്ടെ, ചില രോഗങ്ങൾ തന്നെ സോറിയാസിസ് അല്ലെങ്കിൽ LPL, ലൈക്കൻ പ്ലാനസ് എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങളൊക്കെ കാരണവും മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിൻ്റെ കാരണം അറിഞ്ഞ് തന്നെ ചികിത്സിക്കുക. അതിന് ഓരോ എണ്ണകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനമായ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത് ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യത്തിന് സപ്ലിമെൻറ്റ് ചെയ്യുക. അത് ആഹാര രൂപേണയും മരുന്ന് രൂപേണയൊക്കെയാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഈ മുടി കൊഴിച്ചിലിനൊരു പ്രധാന കാരണമായിട്ട് ഈ താരൻ പോലെയുള്ളവയുണ്ടെങ്കിൽ ആ താരനെ കളയാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റുകൾ, അത് നമ്മൾ ആയുർവേദത്തിൽ ഒത്തിരി മരുന്നുകളുണ്ട്. സിംപിളി നമ്മൾ ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ പോലെയുള്ള പുളിപ്പുള്ള ഇതിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, തൈര് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരൊക്കെ തേക്കുന്നത് പോലും, നമ്മൾ ഹോം റെമഡി പോലെ ചെയ്യുന്നത് പോലും നമുക്കതിനെ ഒരു തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഹെയർ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് മുടി വൃത്തിയായി കഴുകി അതുപോലെ ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ ഹെയറിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹെയറിന് ഉപയോഗിക്കുന്ന ഷാംപൂസാണ്. മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യുക, അതുപോലെ ഹെയർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെയർ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിനും ഹെയർ ലോസ് ഉണ്ടാവാനായിട്ടുള്ള വലിയൊരു, അതായത് ഇപ്പം സ്ട്രെയിറ്റനിങ്, കേളിങ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിയുമ്പോഴും ഹെയർ ലോസ് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഹെയർ ലോസിനെ ഞാൻ മാനേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് അവരെ അത് മാനേജ് ചെയ്യിപ്പിക്കും. അതുപോലെ ഉറക്കക്കുറവാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ ഉറക്കക്കുറവിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള യോഗയാവട്ടെ, മെഡിറ്റേഷൻ ആവട്ടെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക. എക്സ്റ്റേണലി ഡാൻഡ്രഫോ മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ രോഗാനുബന്ധമായ ചികിത്സകൾ ചെയ്യാറുണ്ട്. കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ലേസർ കോമ്പ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, മൈക്രോ നീഡ്ലിംഗ്, അല്ലെങ്കിൽ GFC അല്ലെങ്കിൽ PRP പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ നമ്മുടെ എണ്ണകൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് 2-3 രീതിയിലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ലോസ് മെയിൻലി ഡ്യൂ ടു ഭയങ്കര ഒരു തീക്ഷ്ണമായ കാരണം, ഹെയറിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറയുന്നു, അല്ലെങ്കിൽ മുടി വേരോട് പറഞ്ഞു പോകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ നോർമലി ഹെയറിന് ശീതവീര്യമുള്ള ചില തൈലങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ചന്ദനാദി പോലെയുള്ള തൈലങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നല്ല റിസൾട്ട് കാണാറുണ്ട്. ഇനി ഡാൻഡ്രഫിനാണെങ്കിൽ ഡാൻഡ്രഫിന് പറ്റുന്ന രീതിയിലുള്ള ത്രിഫലാധികേരം പോലെയുള്ള തൈലമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ചിലയിടത്ത് സ്രോതോരോധം എന്നൊക്കെയാണ് നമ്മൾ ആയുർവേദ ടെക്നിക്കൽ ടേമിൽ പറയുക. അതായത് ഹെയർ ഫോളിക്കിളിൽ നിന്ന് ഹെയർ ഗ്രോ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉഷ്ണവീര്യമുള്ള തൈലങ്ങളായിരിക്കും, പ്രത്യേകിച്ച് കയ്യുണ്യം പോലെയുള്ള ഉഷ്ണവീര്യമുള്ള മരുന്നുകൾ ചേർന്നിട്ടുള്ള കയ്യുണ്യാധികേരം, അതുകൊണ്ടാണ് നീലിഭൃംഗാധികേരം പോലെയുള്ള അങ്ങനെയുള്ള പ്രോപ്പർ സമയത്തായിട്ടല്ല ഓയിൽ ഉപയോഗിക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ ഉഷ്ണവീര്യമുള്ള ഒരു തൈലം ഉപയോഗിക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ ശീതവീര്യമുള്ളതുകൊണ്ട് ഉള്ളതും കൂടെ ഹെയർ ലോസ് ആവാനുള്ള സാധ്യതകൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഹെയർ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അതുപോലെ ഹെയർ ലോസ് മറ്റ് രോഗങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ചില അലോപേഷ്യ കണ്ടീഷനുകളുണ്ട്, മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്ന അലോപേഷ്യ ഏരിയേറ്റ അല്ലെങ്കിൽ അലോപേഷ്യ ടോട്ടാലിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനുണ്ട്. അതുപോലെ ബാൾനസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന കഷണ്ടി രോഗങ്ങൾ, ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മെയിൽ ഹോർമോണിൻ്റെ ആധിക്യം കൂടുമ്പോഴുണ്ടാവുന്നതാണ് ഇത്തരത്തിൽ ബാൾനസ്. അതുപോലെ ചില രോഗങ്ങളിൽ ഇത്തരം ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴും നമ്മൾ പ്രത്യേകിച്ച് PCOD പോലുള്ള രോഗങ്ങളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന അവസ്ഥകളിലുമൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ ഹെയർ ലോസ് കൂടാറുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായി ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം ശീലമാക്കുക, ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ ഫോളോ അപ്പ് ചെയ്യുക. മറ്റ് രോഗങ്ങൾ അസോസിയേറ്റഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാണ് നമ്മൾ രോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ഒക്കെ ശേഷമാണെങ്കിൽ ഒരു റിജുവിനേറ്റീവ് തെറാപ്പി, രസായനമായ അതിന് പലതരം ആയുർവേദ മരുന്നുകളുണ്ട്, അശ്വഗന്ധയും അതുപോലെയുള്ള ചില മരുന്നുകളൊക്കെ നമ്മൾ ഈ ആൻറ്റി ഓക്സിഡേറ്റീവ്സ് ആയിട്ടുള്ള ആഹാരങ്ങളിൽ നെല്ലിക്ക കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, അല്ലെങ്കിൽ ധാരാളം ഫ്ലൂയിഡ് നന്നായി വെള്ളം കുടിക്കുക. അതുപോലെ ഒക്കെ പറയുന്ന പോലെ അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഉണക്കമുന്തിരി അങ്ങനെയുള്ള ആഹാരത്തിലെ കറക്ഷനോടൊപ്പം സപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെയുള്ള ചില മൊഡാലിറ്റീസ്, യോഗ, മെഡിറ്റേഷൻ, സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്നാണ് നമ്മൾ ഹെയർ ലോസിൻ്റെ തെറാപ്പി അല്ലെങ്കിൽ ഹെയർ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.